ഇസ്രായേലിയർ അമ്മോന്യരുടെ സൈന്യവുമായിട്ട് ഒരു വലിയ യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്റെ സൈന്യത്തിൽ തന്നെയുള്ള നിരപരാധിയായ ഒരു പട്ടാളക്കാരനെ കൊല്ലാനായിട്ട് ദാവീദ് രാജാവ് സൈന്യാധിപനായ യോവാബിന് ഒരു കൽപ്പന കൊടുത്തു. യോവാബ് അന്ധമായിട്ട് ഒന്നും നോക്കാതെ ആ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഈ രാജകീയ കൽപ്പന ഒരു പട്ടാളക്കാരന്റെ ഭാര്യയോട് തോന്നിയ ഇഷ്ടം കാരണം ഉണ്ടായതാണ് എന്ന് യോവാബിന് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചതി സംഭവിക്കുന്നതിന് മുമ്പ് ദാവീദ് രാജാവ് അവന്റെ കൊട്ടാരത്തിന് മുകളിൽ നടക്കുമായിരുന്നു. ചിലപ്പോ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അതും ആലോചിച്ച് ടെൻഷനിൽ നടക്കുമായിരുന്നു. ഇങ്ങനെ കൊട്ടാരത്തിന് മുകളിൽ നടന്ന് യെരുശലേമിനെ ചുറ്റും നോക്കുന്ന സമയത്ത് അവൻ പെട്ടെന്നൊരു കാഴ്ച കണ്ട് അവിടെ നിന്നു. അതൊട്ടും പ്രാധാന്യമില്ലാത്തൊരു കാര്യമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ സ്വന്തം സ്ഥലത്ത് കുളിക്കുമായിരുന്നു. ആ കുളിക്കുന്ന സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട ദാവീദ് അവൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ ബത്ശേബയാണെന്നും അവൾ ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയാണെന്നും അറിവ് കിട്ടി. ദാവീദിന് ഊരിയാവിനെ നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് വർഷം തന്നെ വിശ്വസ്തയോടെ സേവിച്ച ഒരു ഉന്നത സൈനികനാണ് ഈ ഊരിയാവ്. നിർഭാഗ്യവശാൽ ഊരിയാവ് കാണിച്ച വിശ്വസ്തതയ്ക്ക് ഒരു വിലയില്ലായിരുന്നു. താൻ ആർക്കു വേണ്ടി വിശ്വസ്തനായിരുന്നോ അവൻ തന്നെ ഊരിയാവിനെ ചതിച്ച് കൊന്നുകളഞ്ഞു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബത്ശേബ എന്ന വ്യക്തിയുടെ സംഭവ കഥയാണിത്. ദാവീദ് രാജാവ് ചെയ്ത ഏറ്റവും വലിയ പാപം. ബത്ശേബയുടെ സൗന്ദര്യത്തിൽ ദാവീദ് വീണു. അതേസമയം അവളുടെ ഭർത്താവായ ഊരിയാവ് റാബ യുദ്ധത്തിൽ മുൻനിരയിൽ അമ്മോന്യരുടെ കൂടെ യുദ്ധം ചെയ്യുമായിരുന്നു. ഹിത്യനായ ഊരിയാവ് ഒരു സാധാരണ പട്ടാളക്കാരനല്ലായിരുന്നു. ദാവീദ് രാജാവിനുണ്ടായിരുന്ന വീരന്മാരിൽ ഒരാളായിരുന്നു അവൻ. രാജാവാകുന്നതിന് മുമ്പ് തന്നെ ദാവീദ് ശൗൽ രാജാവിന്റെ അടുത്ത് നിന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയ സമയത്ത് ദാവീദിനെ വിശ്വസ്തയോടെ സേവിച്ചിരുന്നു. നല്ല ആദരണീയമായ യോദ്ധാക്കളുടെ ഒരു ഉന്നത സംഘത്തിലായിരുന്നു അവൻ. ആ ദിവസം യോവാബിന്റെ കൽപ്പന പ്രകാരം ഊരിയാവ് തന്റെ രാജാവ് കൽപ്പിച്ച ആ കർത്തവ്യം ചെയ്യുമായിരുന്നു. അതായത് ഇസ്രായേൽ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. അതേസമയം അവന്റെ ഭാര്യ ബെർശബയും രാജകീയ കൽപ്പന അനുസരിക്കുമായിരുന്നു എന്നുള്ളത് അവൻ അറിഞ്ഞില്ല. പക്ഷെ ഇത് വേറെ ഉദ്ദേശത്തോടെയുള്ള കൽപ്പനയായിരുന്നു. കൊട്ടാരത്തിലേക്ക് വരണമെന്നുള്ള ദാവീദിന്റെ കൽപ്പനയുള്ള ഒരു കത്ത് ബെർശബയ്ക്ക് കിട്ടി. അവളുടെ മനസ്സിൽ അവളുടെ ഭർത്താവ് യുദ്ധക്കളത്തിലാണല്ലോ, അതിനെ സംബന്ധിച്ചുള്ള കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും വിളിപ്പിച്ചിരിക്കുന്നത് എന്നായിരിക്കും അവൾ കരുതിയിരുന്നത്. പക്ഷേ അവൾ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ മനസ്സിലായി അവളുടെ ഭർത്താവിന്റെ കാര്യം പറയാനല്ല എന്നുള്ളത്. അവളെ രാജാവിന്റെ സിംഹാസനത്തിന് മുമ്പിലേക്കല്ല കൊണ്ടുപോയത്, മറിച്ച് അവളെ ദാവീദ് രാജാവ് കിടക്കുന്ന കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. രാജാവിന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അവളെ കൊണ്ടുപോയി. ബെർശേബ ആ കൽപ്പന അനുസരിച്ചു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സംഘർഷത്തെക്കുറിച്ച് ആരും തന്നെ അറിയണമെന്നില്ല. ദാവീദ് രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചു കാണുക? ദാവീദിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതെ അതിനെ നിരസിക്കുന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചു കാണുമോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കാണാൻ സാധ്യതയുണ്ട്. അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവളെ ഒരു കൽപ്പന കൊടുത്ത് കൊല്ലാൻ പോലും കഴിയുന്ന ഒരു രാജാവിന്റെ കൽപ്പന അവൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്നായിരിക്കാം. അല്ലെങ്കിൽ ദാവീദിനെ മനഃപൂർവ്വം പ്രലോഭിപ്പിച്ച് സമ്പത്തും അധികാരവും നേടിയെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്താം എന്നും ചിന്തിച്ചു കാണാം. ബൈബിൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായി പറയുന്നില്ല. ദാവീദ് കാരണം അവൾ ഗർഭിണിയായി എന്ന് മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. ഞാൻ ഗർഭിണിയായി എന്നൊരു കത്ത് ദാവീദിന് ബെർശേബ കൊടുത്തു വിട്ടു. ദാവീദിന് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞു. കാരണം ഇത് പുറത്തറിഞ്ഞ വലിയ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള കാര്യം അവൻ അറിയാം. നല്ല മാന്യനായ വിശ്വസ്തനായ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയായിട്ട് വ്യഭിചാരം ചെയ്യുന്ന ഒരു രാജാവ് യോഗ്യനല്ല എന്ന് രാജ്യത്തെ ആളുകൾ തന്നെ പറയും. ഇങ്ങനെ ഒരു അഴിമതി ഉണ്ടായി എന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ദാവീദിന് അറിയായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കി. ഊരിയാവ് പല മാസങ്ങളായിട്ട് യുദ്ധക്കളത്തിലാണ്. അവന് ഒരു അവധി കൊടുക്കാം. അങ്ങനെ അവൻ വീട്ടിൽ വന്ന് അവന്റെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ഊരിയാവും നാട്ടുകാരുമെല്ലാം ഈ കുഞ്ഞ് ഊരിയാവിന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കും എന്നവൻ ചിന്തിച്ചു. ഉടനെ ഹിത്യനായ ഊരിയാവിനെ കൊട്ടാരത്തിലേക്ക് അയക്കാനായിട്ട് ദാവീദ് സൈന്യാധിപനായ യോവാബിന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഊരിയാവ് കൊട്ടാരത്തിലെത്തി. യുദ്ധം എവിടെ വരെയായി? യോവാബും മറ്റ് പട്ടാളക്കാരും സുഖമാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹിച്ചു ചോദിക്കുന്നത് പോലെ വ്യാജ താല്പര്യത്തോടെ ചോദിച്ചു. സത്യത്തിൽ ദാവീദിന്റെ മനസ്സിൽ അവനെ എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം, കുഞ്ഞിന്റെ അപ്പൻ അവനാണെന്ന് പറയിക്കണം എന്നാണ്. എന്നിട്ട് ദാവീദ് പറഞ്ഞു, ഊരിയാവേ, നീ ഇത്ര ദിവസം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു എന്നറിയാം. ഇനി കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. നീ അത് അർഹിക്കുന്നുണ്ട് എന്നവനെ നിർബന്ധിച്ചു. എന്നിരുന്നാലും ഊരിയാവിന് വീട്ടിൽ പോകാൻ മനസ്സില്ലായിരുന്നു. തന്റെ കൂടെയുള്ള എല്ലാവരും യുദ്ധകളത്തിൽ കഷ്ടപ്പെടുന്ന സമയത്ത് അവൻ മാത്രം സമാധാനത്തോടെ വീട്ടിൽ പോകാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ പെട്ടകവും യഹൂദായും കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. രാജാവിന്റെ സേനാധിപതിയായ യോവാബും രാജാവിന്റെ പടയാളികളും തുറന്ന സ്ഥലത്താണ് പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിക്കാനും കുടിക്കാനും എൻ്റെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കാനും എനിക്ക് എങ്ങനെ കഴിയും?
ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. അന്ന് രാത്രി ഊരിയാവ് രാജാവിന്റെ വേലക്കാരുടെ കൂടെ കൊട്ടാരത്തിന്റെ വാതിലിൽ തന്നെ കിടന്നുറങ്ങി. ദാവീദിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ പ്ലാൻ എല്ലാം ഇല്ലാതായി എന്ന് അവൻ വിചാരിച്ചു. പക്ഷെ രാജാവ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രണ്ടാമതും ഒരു പ്ലാൻ ചെയ്തു. തന്റെ കൂടെ ഇരുന്ന് രാജഭോജനം കഴിക്കാനും കുടിക്കാനും വേണ്ടി ദാവീദ് ഊരിയാവെ ക്ഷണിച്ചു. നന്നായിട്ട് മദ്യം കൊടുത്തു കുടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും അവനെ അവന്റെ വീട്ടിലെത്തിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ പ്ലാൻ. അങ്ങനെ വീഞ്ഞു കുടിച്ച് മത്തായി. എന്നാലും ഊരിയാവ് വീട്ടിലേക്ക് പോയില്ല. വീണ്ടും വേലക്കാരുടെ കൂടെ തന്നെ കിടന്നുറങ്ങി. എന്ത് ചെയ്തിട്ടും പ്ലാൻ പോലെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദാവീദ് വിഷമിച്ചു. അവൻ ചെയ്ത തെറ്റ് ഇസ്രായേൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ രാജസ്ഥാനം പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. രാജസ്ഥാനം നിലനിർത്തണമെങ്കിൽ അവനെ കൊന്നേ പറ്റുള്ളൂ എന്ന് രാജാവ് തീരുമാനിച്ചു. ദാവീദ് തന്റെ തീരുമാനം കൽപ്പനയായിട്ട് എഴുതി മുദ്ര വെച്ച് യോവാബിന് കൊടുക്കാനായിട്ട് ഊരിയാവിന്റെ അടുത്ത് തന്നെ കൊടുത്തയച്ചു. സ്വന്തം പ്രാണനെ എടുക്കാനുള്ള കത്താണ് എന്നുള്ളത് അറിയാതെ അവൻ ആ കത്ത് മുറുകെ പിടിച്ച് യുദ്ധകളത്തിലേക്ക് കൊണ്ടുപോയി. കൽപ്പന കിട്ടിയ ശേഷം യോവാബ് ആ ദൗത്യം ഏറ്റെടുത്തു. അതിൽ എഴുതിയിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും കഠിനമായ യുദ്ധം എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ ഈ ഊരിയാവിനെ മുന്നിൽ നിർത്തണം. എന്നിട്ട് അവൻ വെട്ടേറ്റ് മരിക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ പടയാളികളും പെട്ടെന്ന് പിന്മാറണം എന്നതായിരുന്നു. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളത് യോവാബിന് അറിയായിരുന്നു. അവൻ വെറുമൊരു പട്ടാളക്കാരനല്ല. അവൻ ഹിത്യനായ ഊരിയാവാണ്. അവൻ നല്ലൊരു യോദ്ധാവാണ്. യോദ്ധാക്കളെ അങ്ങനെ പെട്ടെന്ന് നിസ്സാരമായിട്ട് വെട്ടിവീഴ്ത്താനൊന്നും പറ്റില്ല. അത്രയ്ക്കും കഴിവുള്ളവനായിരുന്നു അവൻ. ഉപരോധിക്കപ്പെട്ട റബ്ബ നഗരത്തിൽ അമ്മോനിയരുടെ കൂടെ യുദ്ധം ആരംഭിച്ചു. നഗരത്തിലെ ഏറ്റവും വീരന്മാരായ യോദ്ധാക്കൾ പ്രതിരോധിച്ച ഏറ്റവും അനുകൂലമല്ലാത്ത സ്ഥലത്ത് യോവാബ് ഊരിയയെ നിർത്തി. യുദ്ധം ഭയങ്കര കഠിനമായി. ഊരിയാവിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യം നഗരത്തിന്റെ മതിലിനടുത്തെത്തി. ആ സമയത്ത് യോവാബ് തന്ത്രപരമായിട്ട് പിന്മാങ്ങാനുള്ള സൂചന എല്ലാവർക്കും കൊടുത്തു. എല്ലാ പടയാളികളും ആ കൽപ്പന പാലിച്ച് പിന്മാങ്ങി. പക്ഷേ ഊരിയാവ് ഇത് അറിഞ്ഞില്ല. ഊരിയാവ് പെട്ടെന്ന് ഒറ്റപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നഗരത്തിന്റെ വാതിൽ തുറന്നു. അമ്മോനിയരുടെ ഏറ്റവും ഉഗ്രമായ യോദ്ധാക്കൾ അണിനിരന്നു. രക്തത്തിൽ കുതിർന്ന ആ മൈതാനത്തിൽ ഊരിയാവ് ദൃഢനിശ്ചയത്തോടെ ഒറ്റയ്ക്ക് നിന്നു. കൂടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം പിന്മാങ്ങിയപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യം അവന് മനസ്സിലായി. പക്ഷേ സമയം വൈകിപ്പോയി. പക്ഷെ എന്നും പറഞ്ഞ് അവൻ പേടിച്ചില്ല. ഊരിയാവിനെതിരെ വന്ന അമ്മോനിയ സൈനികരെ എല്ലാവരെയും അവൻ കൊന്നുകളഞ്ഞു. പക്ഷേ അമ്മോനിയ സൈനികർ ഒരുപാട് പേർ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കാണെങ്കിലും അവൻ യോദ്ധാവായതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പേരെ ആ സമയത്ത് കൊന്നുകളഞ്ഞു. പക്ഷെ കാര്യമൊന്നുമില്ല. കൂട്ടിന് ആരും തന്നെ അവന് സഹായിക്കാനില്ലാത്തത് കൊണ്ട് വിശ്വസ്തനായി രാജാവിനെ സേവിച്ച ഹിത്യനായ ഊരിയാവ് യുദ്ധക്കളത്തിൽ തന്നെ ചതിച്ചതിന്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ തന്നെ ആ ദിവസം വെട്ടേറ്റ് മരിച്ചു വീണു. യെരുശലേമിൽ ദാവീദ് യോവാബ് അയച്ച ദൂതനെ സ്വീകരിച്ചു. ഇപ്പോ കുറച്ചു മുമ്പുണ്ടായ യുദ്ധത്തിൽ നമ്മുടെ സൈന്യം തോറ്റുപോയെന്ന് പറഞ്ഞു. ആ യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചുപോയി. അതിൽ ഊരിയാവും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു. ദാവീദ് കേട്ടിട്ട് ഒന്നും പറഞ്ഞില്ല. പൊതുവെ ദാവീദിന്റെ സൈന്യത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ദാവീദ് പൊതുവെ ഒരുപാട് ദേഷ്യപ്പെടുന്നതാണ്. പക്ഷെ ഈ കാര്യം ദാവീദിന് അനുകൂലമായി സംഭവിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ദേഷ്യപ്പെടാതെ യോവാബിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശം അയച്ചു. ആ സന്ദേശം ഇങ്ങനെയാണ്: യുദ്ധമായാൽ ആളുകൾ കൊല്ലപ്പെടുന്നത് സാധാരണമാണ്. യുദ്ധത്തിൽ എല്ലാവരും കൊല്ലപ്പെടാത്തത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട എന്നതാണ് സന്ദേശം. ഊരിയാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ദാവീദിന് ആശ്വാസമായിരുന്നു. പക്ഷേ ബത്ശേബയ്ക്ക് അതൊരു ദുഃഖകരമായ ഞെട്ടലായിരുന്നു. ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. അവൾ ദുഃഖിച്ചിരിക്കുന്ന സമയം ദാവീദ് രാജാവ് കാത്തിരുന്നു. എന്തിനാണ്? ആ വിലാപ ദിവസങ്ങൾ തീരാനായിട്ട്. അങ്ങനെ വിലാപകാലം തീർന്ന ശേഷം ദാവീദ് ബത്ശേബയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. അതിനുശേഷം ബത്ശേബ ഒരു മകനെ പ്രസവിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ദാവീദ്. ഇനി തന്റെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു എന്നവൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അത് ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. അത് അറിയിക്കാൻ ഒരു ദൈവിക ദൂതൻ കൊട്ടാരത്തിലെത്തി. അത് നാഥാൻ പ്രവാചകനായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. ദാവീദ് രാജാവ് അവന്റെ മുറിയിലിരിക്കുന്നത് കണ്ടു. നാഥാൻ പ്രവാചകൻ വേറെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. നേരെ പോയിട്ട് ഒരു ഉപമ പറഞ്ഞു. ഒരുപാട് ആടുകൾ സ്വന്തമായിട്ടുള്ള ഒരു ധനികൻ സ്വന്തം ആടുകളെ ഉപയോഗിക്കാതെ ഒരു ദരിദ്രനുണ്ടായിരുന്ന ഏക കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് പോയതിന്റെ ഒരു കഥ. ദാവീദ് ഇത് കേട്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇത് ചെയ്തവൻ ആരാണെങ്കിലും അവൻ മരിക്കേണ്ടവനാണ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ എന്ന്. ഇത് കേട്ടപ്പോൾ ദാവീദ് ഞെട്ടിപ്പോയി. എന്നിട്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ഊരിയാവിന്റെ ഭാര്യയെ നീ എടുത്തു, എന്നിട്ട് ഊരിയാവിനെ ചതിച്ചു കൊന്നു എന്ന് ദാവീദ് ചെയ്ത എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. താൻ ചെയ്ത ഈ കാര്യത്തിൽ നിന്ന് ദാവീദിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതിനുശേഷം നാഥാൻ പ്രവാചകൻ ദൈവത്തിന് ന്യായവിധി പ്രഖ്യാപിച്ചു. വാൾ ഒരിക്കലും ദാവീദിന്റെ ഭവനത്തെ വിട്ടുപോകില്ല. ബത്ശേബയിൽ ജനിച്ച മകൻ മരിക്കും എന്ന്.
ദാവീദിന് ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നാഥാൻ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം അവന്റെ മനസ്സിനെ വല്ലാതെ ഉടച്ചു കളഞ്ഞു. അധികം താമസിച്ചില്ല, അതിലും വലിയ ദുഃഖകരമായ വാർത്ത അവന്റെ കാതിലെത്തി. ബത്ശേബയ്ക്ക് ജനിച്ച കുഞ്ഞിന് രോഗം ബാധിച്ചു എന്ന്. ഹൃദയം തകർന്ന ദാവീദ് ദൈവത്തെ വിളിച്ചു, ക്ഷമ ചോദിച്ചു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ അവിടെ തന്നെ മുട്ടുകുത്തി, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം വിഷമം കൊണ്ട് ഇടറി. താൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി അവൻ ഉപവസിക്കാൻ തുടങ്ങി. അവന്റെ രാജകീയമായ കിടക്കയിൽ അന്നവൻ കിടന്നില്ല. നല്ല തണുപ്പുള്ള ആ തറയിൽ രാത്രി മുഴുവൻ നിലത്ത് തന്നെ കിടന്നു. അവന്റെ പ്രാർത്ഥനകൾ തീക്ഷ്ണമായിരുന്നു. ക്ഷമയ്ക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചെയ്ത പാപത്തിന് കുഞ്ഞിനെ ശിക്ഷിക്കരുതേ, കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ആ കുഞ്ഞ് മരിച്ചുപോയി. ദാവീദ് ഒരുപാട് ദുഃഖിച്ചു. താൻ ചെയ്ത തെറ്റ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി. ഭാര്യയായ ബത്ശേബയെ അവൻ ആശ്വസിപ്പിച്ചു. അതിനുശേഷം രാജാവിന്റെ സ്ഥാനത്തുള്ള തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. ബത്ശേബയെ സംബന്ധിച്ചിടത്തോളം ഈ ദാരുണമായ സംഭവത്തിന് ശേഷം ഈ ദുഃഖത്തിന്റെ ഒരു അധ്യായം അവളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അവസാനിച്ചു. പക്ഷേ പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ ദാവീദിന്റെ വീട്ടിൽ നിന്ന് വാൾ മാറിയില്ല. ബത്ശേബയുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം ദുഃഖത്തിൽ അവസാനിച്ചില്ല. അവൾ കൊട്ടാരത്തിനുള്ളിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. അവസാനം അവളുടെ മകനായ സോളമൻ ദാവീദിന്റെ സിംഹാസനം അവകാശമാക്കുമെന്നും അവളുടെ വംശപരമ്പര സുരക്ഷിതമാണ് എന്നും ഉറപ്പാക്കി. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഊരിയാവിന്റെ ജീവന് പകരം അവന്റെ മക്കൾ വില കൊടുക്കാൻ തുടങ്ങി. ദാവീദിന്റെ മകളായ താമാറിന്റെ ഹൃദയം ഉടച്ചു കളയുന്ന സംഭവവും പുത്രന്മാരായ അമ്നോന്റെയും അബ്ശലോമിന്റെയും ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തെയും കുറിച്ച് ഇനി അടുത്തടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ അടുത്തടുത്ത എപ്പിസോഡ്സിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.